എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളൊന്നും ഇല്ലാതെ ഞാനും ചേട്ടനും മാത്രം തനിച്ച് അഗളിയിലേക്ക് ഒരു ട്രിപ്പാണ് കേട്ടോ. ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പോയതാണ്. രാവിലെ 6 മണിക്കാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമൊന്നും നമുക്ക് തോന്നിയില്ല. പക്ഷേ ഇറങ്ങി കുറച്ച് ദൂരം ചെന്ന് നമ്മുടെ കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ അഗളിയുടെ ആ ഭാഗത്തേക്ക് എത്തും തോറും നമുക്ക് നന്നായിട്ട് നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പല്ല, അതിനേക്കാൾ അപ്പുറത്തുള്ള തണുപ്പാണ് ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ പോകുന്ന ആ ഭാഗം കേട്ടോ. നമ്മൾ അഗളിയുടെ ആ ഭാഗത്തേക്ക് കിടക്കുമ്പോഴുള്ള പ്രദേശങ്ങളാണ് ഈ കാണുന്നത്. റോഡ് നല്ല റോഡ് തന്നെയായിരുന്നു പോകാനൊക്കെ ആയിട്ട്. ഇങ്ങനെ വളവൊക്കെ ബെൻഡുകളൊക്കെ ഉള്ളത്. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ബെൻഡുകളൊക്കെ കുറച്ച് പേടികളായിരുന്നു. പക്ഷേ വലിയ ബെൻഡൊന്നും പറയാൻ പറ്റത്തില്ല, ചെറിയ രീതിയിലുള്ള ബെൻഡുകളൊക്കെ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അഗളിയിലേക്ക് പോകുന്നത്. അതായത് ഇങ്ങനൊരു ഇത് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് നിറച്ചും റിസോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ഒന്നൊന്നും അല്ലാട്ടോ, ഒന്നിൽ കൂടെ ഒരുപാടാണ് ഞങ്ങൾ കണ്ടു പോകുന്നതിൻ്റെ ഇടയിലൂടെ. ഒരുപാട് റിസോർട്ടുകളും അതുപോലെ ഹോം സ്റ്റേസൊക്കെ ധാരാളം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴികൾ കണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. കുട്ടികളില്ല, ഞാനും ചേട്ടനും മാത്രമുള്ള ഒരു യാത്രയായിരുന്നു. ഞങ്ങൾ അതേ പറഞ്ഞ് 6 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 1 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് പാലക്കാട് എത്തുകയുണ്ടായി കേട്ടോ. ഇത് ഞങ്ങൾ ഇടയ്ക്കൊന്ന് കുറച്ച് 2 മിനിറ്റ് നിന്നപ്പോൾ ബൈക്കിലാണ് പോയത്. അപ്പോൾ നിർത്തിയപ്പോൾ അവിടെ നിന്ന് താഴത്തേക്ക് കണ്ട വ്യൂ ആണ് കേട്ടോ. ഇതൊരു സെൽഫി പോയിന്റ് റിസോർട്ട് എന്നുകൊണ്ട് റിസോർട്ട് കണ്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഒത്തിരി റിസോർട്ട്സുകൾ കാണാം. അതിൽ ഇവിടുത്തെ പ്രത്യേകത നല്ല പച്ചപ്പും ഹരിതാഭിയും എന്ന് പറയുന്നുണ്ടല്ലോ, അതിങ്ങനെ കാണാം. അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നല്ലൊരു പ്ലേസ് ആയിട്ട് തന്നെ തോന്നി. ഒരുപാട് തണുപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ ഞങ്ങൾ ആനക്കട്ടി ആണ് തോന്നുന്നു അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ശിവരാത്രി വരെത്തേക്കും നല്ല തണുപ്പുണ്ടായിരിക്കും, ബൈക്കിലൊന്നും വരാൻ പറ്റില്ല ഈ സമയത്ത്, നല്ല തണുപ്പാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുകയായിരുന്നു ചേച്ചി. ഇപ്പോൾ ഇതാണ് രാവിലത്തെ വ്യൂ കേട്ടോ. കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആ ടൗണൊക്കെ ഏകദേശം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളവിടെ നല്ലൊരു ചൂടോടെ ഒരു ചായയൊക്കെ കുടിച്ചു. നല്ല ചായയായിരുന്നു കേട്ടോ, കുഴപ്പമില്ല, കൊള്ളാം, നല്ല ചായയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ലൊരു ചായയൊക്കെ കുടിച്ചു. ആക്ച്വലി 2 വഴിയാണ് നമുക്ക് പാലക്കാട് നിന്ന് പോകുന്നതിന്. ഒന്ന് നമ്മൾ മണ്ണാർക്കാട് വഴിയും ഒന്ന് കോയമ്പത്തൂർ വഴിയും. ഞങ്ങൾ ചൂസ് ചെയ്ത് കോയമ്പത്തൂർ വഴിയാണ് കേട്ടോ. കോയമ്പത്തൂർ പേരൂർ ആ വഴിക്കാണ്. അത് കുറച്ചുകൂടി നന്നായി തോന്നി. റോഡ് കുറച്ചുകൂടി അതായിരുന്നു നല്ലതും, കുറച്ചുകൂടി പെട്ടെന്ന് എത്തണ മാതിരിയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരെ പോയി അഗളി. അവിടെയാണെങ്കിൽ നമുക്ക് എത്തേണ്ട സ്ഥലം നമുക്ക് അഗളിയായിരുന്നു കേട്ടോ. അവിടെ ചെന്നു. ഇത് പിന്നെ പോണ വഴിക്കുള്ള ഒരു പാലാണ്. അതിൻ്റെ താഴെ തന്നെ കുറേ ഒരു ഇതൊക്കെ ഉണ്ട്, എന്താ പറയുക, വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നെ ലാസ്റ്റ് തോന്നി ഞാനത് അപ്ലോഡ് ചെയ്ത്. ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടതാണ് ഇത് വെസ്റ്റേൺ ഗാർഡ്സ്. നമ്മൾ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ കുറച്ച് ഓർഗാനിക് പ്രൊഡക്റ്റുകൾ വിൽക്കുന്നൊരു സ്ഥലമായിട്ട് തോന്നി. നമിത്തിട എന്നുള്ള ആ പേര് കണ്ടപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയപ്പോൾ കയറി നോക്കിയതാണ് നമ്മൾ കേട്ടോ. അതിനകത്ത് ഇങ്ങനെയുള്ള കുറേ ഈ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വെക്കുക എന്ന് പറയില്ലേ, അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താ പറയുക, ഓർഗാനിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ കൊട്ടുന്ന ഈ ഡമരു അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ റാഗി, പിന്നെ ബിസ്ക്കറ്റ്സുകൾ ഉണ്ടല്ലോ, ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓറ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെയൊക്കെ. പിന്നെ ഹണി, തേയിലപ്പൊടി, കാപ്പിപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുടംപുളികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചാമയുടെ അവില, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്നും വാങ്ങുകയൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് പോന്നു കേട്ടോ. അത് ഓർഗാനിക് പ്രൊഡക്റ്റ് ACFS എന്നാണ് അതിൻ്റെ കൊടുത്തേക്കണത്. അതൊക്കെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയപ്പോൾ ഇങ്ങനെ ഒരു ഇടം ഞങ്ങൾ കണ്ടു കേട്ടോ. ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ശരി എന്താണെന്ന് അറിയാനായിട്ടൊന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ ഇത് ആക്ച്വലി അവിടെ ഒരു കഫേയാണ് അതിനകത്ത് ഉള്ളത്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് കാണപ്പെടുന്നത് കഫേയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർഷകരിൽ നിന്ന് വാങ്ങിക്കുന്ന, ഫാർമേഴ്സിൽ നിന്ന് ഡയറക്റ്റ് മേടിക്കുന്ന പ്രൊഡക്ട്സുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുകയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് പിന്നെ അവിടുത്തെ ഒരു കോളേജ് ഞങ്ങൾ എടുത്തത്. അത് കോളേജിൻ്റെ ക്യാൻറ്റീൻ. ഇങ്ങനെ അവിടുത്തെ കുറേ അത്യാവശ്യം നല്ല ഒരു സ്ഥലമായിട്ട് തോന്നി എനിക്ക്. ഇത് ഗവൺമെൻറ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടു, ആനക്കട്ടി ആ ഭാഗത്ത് കണ്ടതാണ് കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾക്ക് കുറച്ച് ദൂരം പോയതാണ് ഞാൻ പറഞ്ഞ ആ പാലത്തിൻ്റെ താഴ്ന്ന് ഈ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, ക്ലീൻ വാട്ടർ എന്ന് പറയാം. ശരിക്കും കണ്ണാടി പോലെ നമുക്ക് അതിലുള്ള ഉള്ളിലത്തെ പെബിൾസൊക്കെ കാണാനായിട്ട് കഴിയും. ഞങ്ങൾ പിന്നീട് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഇതെടുക്കാൻ കാരണം നമ്മൾ പല അമ്പലങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പോലീസുകാരിങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കാവലായിട്ട് നിൽക്കുന്നത് ഞാനത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഞാൻ ഏതൊരു സിനിമയിൽ കണ്ടൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ആ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്നതൊക്കെ വീഡിയോ എടുത്തത്. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവരിങ്ങനെ വിളക്കൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചേച്ചീൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതുപോലെ ഇവിടെ ഇങ്ങനെ പൂജാരി ഇല്ലെന്ന് ചോദിച്ചപ്പോൾ പൂജാരി ഇവിടെ അങ്ങനെ എപ്പോഴും ഒന്നും വരാറില്ല, വിശേഷ ദിവസങ്ങളിൽ എന്താ പൗർണമി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് പൂജാരി വരിക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പോലീസുകാർ അവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കറുപ്പസ്വാമിയാണ് ദൈവം. അപ്പോൾ കറുപ്പസ്വാമിക്കുള്ള കാവലായിട്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അത്രയും വീഡിയോസ് ഞങ്ങൾക്ക് ഇന്ന് ക്യാപ്ചർ ചെയ്യാനൊക്കെ പറ്റിയുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.